മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടതും ആഘോഷിച്ചതും ഒരു വാർത്തയുണ്ടായിരുന്നു. നടൻ മമ്മൂട്ടി എറണാകുളത്തപ്പനെ കാണാനെത്തിയ വാർത്ത. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം തന്നെ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്തു. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായി വന്നിട്ടുമുണ്ട്. ഇപ്പോഴിതാ ദിലീപിനെ കൈവിട്ട എറണാകുളത്തപ്പൻ മമ്മൂക്കയ്ക്ക് വേണ്ടി രാജകീയ പദവി ഒരുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ക്ഷേത്രമൊത്തത്ത് വമ്പൻ തിരക്കും തിക്കുമായിട്ട് എത്തിയിരിക്കുകയാണ്. മമ്മൂക്ക എറണാകുളത്തപ്പനെ കാണാനായി എത്തിയത് തന്നെ വളരെയധികം സന്തോഷമായി കാണുന്നു. എറണാകുളത്തപ്പനെ കാണാനായിട്ട് എല്ലാ താരങ്ങളും പൊതുവെ അങ്ങനെ എത്താറുണ്ട്. എന്നാൽ മമ്മൂട്ടി അതും ശരിക്കും പറഞ്ഞാൽ പത്മവിഭൂഷൺ കിട്ടി അതേപോലെ വന്നപ്പോഴാണ് പ്രേക്ഷകർക്ക് കൂടുതലും സന്തോഷമായത് എന്ന് പറയാം. മമ്മൂട്ടി ഇങ്ങനെ പൊതുവേദികളിൽ കുറച്ച് നാളുകളായിട്ട് ചില ദേഹാസ്വസ്ഥ്യത്തെ കാരണം എത്താറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എത്തിത്തുടങ്ങിയപ്പോൾ അത് പ്രേക്ഷകർക്ക് വീണ്ടും സന്തോഷം കിട്ടുന്ന ഒരവസരമായി മാറുകയാണ്. നടിയും തിരക്കഥാകൃത്തുമായ ശാന്തി മായാദേവിയും മമ്മൂട്ടിക്കൊപ്പം ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ മറ്റ് മഹോത്സവത്തിന് ഉദ്ഘാടന ചടങ്ങിൻ്റെ മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടി എത്തിയത് തന്നെയാണ് വളരെയധികം സന്തോഷം. പത്മഭൂഷൺ പ്രഖ്യാപിച്ചതിന് ശേഷം മമ്മൂട്ടി പങ്കെടുത്തു എന്നത് ഈ ഒരു വിശേഷത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങും ഇങ്ങുമുള്ള നിരവധി പേരാണ് മമ്മൂട്ടിയെ കാണാൻ വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ എത്തിയത്. നടൻ മമ്മൂട്ടി എത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ആ സന്തോഷം എല്ലാവർക്കും കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ കിട്ടുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് മമ്മൂട്ടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയെ വേദിയിലേക്ക് കയറ്റാൻ പോലും അവിടെയുള്ളവർ പെടാപ്പാടുപെട്ടത്. നടന് അത്രയും നല്ലൊരു അംഗീകാരം രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അംഗീകാരമായി തന്നെ എല്ലാവരും കാണുന്നത് പോലെ മമ്മൂട്ടി കണ്ടു. കുഞ്ഞു കുട്ടികൾക്ക് സമ്മാനം കിട്ടുന്ന ഒരു സന്തോഷത്തോടെയാണ് മമ്മൂക്ക ആ ഒരു സംഭവത്തെക്കുറിച്ച് എല്ലാവരോടും സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ വീണ്ടും അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് എല്ലാവരും പറയുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഇതിനെക്കുറിച്ച് കിട്ടുന്നതെന്നും പറയാം. ആരാധകരുടെ പ്രീതി അതൊന്നുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നും കയ്യടികൾ എല്ലായിടത്തും ഉയരുന്നത്. മമ്മൂട്ടിയെ കാണാൻ പ്രായഭേദമന്യേ എല്ലാവരും അമ്പലത്തിലേക്ക് എത്തി. മണിക്കൂറുകൾക്ക് മുൻപേ മമ്മൂട്ടിയെ കാണാനായി വേദിയിൽ സീറ്റ് പിടിക്കാൻ എത്തിയവർ നിരവധി പേരാണ്. അക്കൂട്ടത്തിൽ ശ്രദ്ധിച്ചാൽ വയസ്സായ അമ്മുമ്മമാർ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രീതി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നുകൂടി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.